തൃശൂർ പറപ്പൂക്കര പഞ്ചായത്ത് പട്ടികജാതി സർവീസ് സഹകരണ സംഘത്തിൽ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. 6 ലക്ഷം രൂപയുടെ നിക്ഷേപം തിരികെ ലഭിച്ചില്ലെന്നും സംഘം അടച്ചുപൂട്ടിയെന്നും പരാതിക്കാരൻ. 150ഓളം പേർക്ക് നിക്ഷേപമുണ്ടായിരുന്നു. CPIയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെയാണ് ആരോപണം. 6 ലക്ഷത്തോളം രൂപ ഇതിൽ നിക്ഷേപിച്ചു. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ പോയി. ആ ഒരു വിഷമത്തിലാണ്. DDS, MDS, അതുപോലെ FD ഇതൊന്നും ഇവർക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഇവർ ചെയ്തിരിക്കുന്നതൊക്കെ തട്ടിപ്പുകളാണ്. FDയും DDSും എല്ലാം എടുക്കുകയും ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പോലീസുകാരൻ ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണത്. അതായത് നിങ്ങൾ ഇതേ വാറണ്ട് വന്നിട്ടുണ്ട്, വേഗം തന്നെ ജാമ്യം എടുത്തോന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഈ നിക്ഷേപകർ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ സഹകരണ സംഘത്തിനെതിരെ? വേണു, ഈ സഹകരണ സംഘത്തിനെതിരെ, പറപ്പൂക്കര സഹകരണ സംഘത്തിനെതിരെ EDക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ നിക്ഷേപകനടക്കം 6 ലക്ഷം രൂപയാണ് ഈ നമ്മളോടിപ്പോൾ സംസാരിച്ച നിക്ഷേപകൻ അവിടെ നൽകിയിട്ടുള്ളത്. മകളുടെ വിവാഹത്തിന് മറ്റുമായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമാണ്. പക്ഷേ ഈ പണം ഇപ്പോൾ തിരികെ ലഭിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പരാതിക്കാർ പറയുന്നത് സമാനമായ ഏതാണ്ട് 150ഓളം ആളുകളാണ് ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ്. പല ആവശ്യങ്ങൾക്കുമായി പണം നൽകിയവർ പിന്നീട് ഈ പണം തിരികെ ചോദിക്കുമ്പോൾ അത് ലഭിക്കുന്നില്ല എന്നും ഈ സഹകരണ സംഘം അടച്ചുപൂട്ടി ഈ CPIയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘമാണ് ഈ ആളുകൾ മുങ്ങിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടിയോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു സഹായമോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും പരാതിക്കാർ പറയുന്നു. ഇതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പരാതിക്കാർ സമീപിച്ചിരിക്കുന്നത്. ഇവർ ചില രേഖകളും ഇവർ പണം നിക്ഷേപിച്ചത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങളും ഉൾപ്പെടെയാണ് EDക്ക് പരാതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ CPIയുടെ നേതൃത്വത്തിലുള്ള ഈ സഹകരണ സംഘം ഇവർ 150ഓളം ആളുകളിൽ നിന്നായി ഏതാണ്ട് 5 കോടി രൂപയിലധികം പണമാണ് പല നിക്ഷേപങ്ങളിലായി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പണം വാങ്ങിയിട്ട് പിന്നീട് ഈ നിക്ഷേപകർ തിരികെ പണം ചോദിക്കുമ്പോൾ പലർക്കും ഈ പണം തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പറയുന്നുണ്ട്. പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വേണ്ട നടപടി ലഭിക്കുന്നില്ല എന്നും പ്രതികളെ പോലീസ് സഹായിക്കുകയാണെന്നുമാണ് ഈ പരാതിക്കാരുടെ ആരോപണം. വേണു. ശരി, വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.